ഹലോ! ഹായ് ഡിയേഴ്സ്. ഇന്നത്തെ കുഞ്ഞു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒരു ഹെയർ സ്മൂത്തനിങ് വീഡിയോയാണ്. ഇതിന് മുന്നേ ഞാൻ ഹെയർ സ്മൂത്തനിങ് വീഡിയോ ഇട്ടിട്ടുണ്ട്. പക്ഷേ ഇത് ഷോർട്ട് ഹെയർ ആയതുകൊണ്ട് ഇത് സ്മൂത്തനിങ് ചെയ്യുമ്പോഴുള്ള ലുക്ക് കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ കസ്റ്റമറിൻ്റെ ആദ്യത്തെ മുടി ഇങ്ങനെയാണ്. അപ്പോൾ നമ്മൾ ഇതിനെ സ്മൂത്തനിങ് ചെയ്ത ശേഷം എങ്ങനെയാണ് ഹെയർ കിടക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് നന്നായിട്ട് ഞാൻ മുടി ഷാമ്പു വാഷ് ചെയ്ത് ടവൽ വെച്ച് നന്നായിട്ട് ആദ്യം ഉണക്കിയ ശേഷമേ നമ്മൾ ബ്ലോ ഡ്രൈ ചെയ്യൂ. ഫസ്റ്റ് നമ്മൾ ടവൽ വെച്ച് നന്നായിട്ട് വെള്ളം ഒപ്പിക്കളയണം. നല്ലതായിട്ട് തേച്ച് ഉണക്കുകയല്ല ചെയ്യാനുള്ളത്. അതിനുശേഷം ഡ്രയറിട്ട് നന്നായിട്ട് ഉണക്കണം. കസ്റ്റമറിൻ്റെ ഹെയർ ഒട്ടും കട്ടിയില്ലാത്തതുകൊണ്ട് താഴേക്ക് മുടി ഒരുപാട് ഇങ്ങനെ നീണ്ടു കിടക്കുന്നതായിട്ട് തോന്നിയതുകൊണ്ട് ഞാൻ ആദ്യം കുറച്ച് ഷേപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആ ഒരു ഭംഗിക്ക് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇത് കുറച്ച് പൊഴിഞ്ഞു പോയതിൻ്റെ ഒരു ഇതാണ്. അപ്പോൾ അതുകൊണ്ട് അതങ്ങ് കട്ട് ചെയ്ത് കളയാം. ഒരുപാടൊന്നും കട്ട് ചെയ്യുന്നില്ല, ജസ്റ്റ് കുറച്ച് മാത്രമേ കട്ട് ചെയ്യുന്നുള്ളൂ. കാരണം ഇത് കഴിയുമ്പോഴേ നമുക്ക് വീണ്ടും ഒന്നുകൂടെ കട്ട് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ അങ്ങനെ ഹെയറൊക്കെ കട്ട് ചെയ്ത് നന്നായിട്ട് മുടി ഉണക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സ്മൂത്തനിങ് ചെയ്യാൻ വേണ്ടിയുള്ള ഫസ്റ്റ് ക്രീം ഉപയോഗിക്കാം. അത് നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്ത ശേഷം സെക്ഷൻ എടുത്തിട്ട് വേണം മുടിയിൽ അപ്ലൈ ചെയ്യാൻ. അങ്ങനെ തിൻ ലെയറുകൾ എടുത്ത് നമ്മൾ കംപ്ലീറ്റ് മുടിയിലും ഈ ക്രീം അപ്ലൈ ചെയ്യുന്നുണ്ട്. എനിക്കിന്ന് ഹെൽപ്പിന് വേണ്ടി നമ്മുടെ കസ്റ്റമർ ചേച്ചിയുടെ മോളെ തന്നെയാണ് ഞാൻ വിളിച്ചത്. അവൾ എന്നെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഈ കാര്യത്തിൽ. അങ്ങനെ ഫുൾ ക്രീം എല്ലാം നമ്മൾ മുടിയിൽ അപ്ലൈ ചെയ്തു. ഇതാണ് നമ്മൾ ഫസ്റ്റ് ക്രീം അപ്ലൈ ചെയ്തിട്ടുള്ള റെസ്റ്റിംഗ് ടൈം. അത് കഴിഞ്ഞ ഉടനെ നമ്മൾ നോക്കണം, ടൈം ആയെങ്കിൽ നമുക്ക് അത് ചെക്ക് ചെയ്യാൻ പറ്റും, മുടി ഓക്കെ ആയോ എന്നറിയാൻ വേണ്ടി. അങ്ങനെ ഞാൻ ചെക്ക് ചെയ്ത് നോക്കിയപ്പോഴത്തേക്കും മുടി ഏകദേശം വാഷ് ചെയ്യാനുള്ള ടൈം ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി മുടി വാഷ് ചെയ്യാൻ വേണ്ടി പോവാം. നമ്മൾ ഹെയർ വാഷ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരു ക്രീമിൻ്റെ ഒരു അംശം പോലെ ഹെയറിലിരിക്കാൻ പാടില്ല. നമ്മൾ ഫുള്ള് വാഷ് ചെയ്ത് കളയണം. എങ്കിൽ മാത്രമേ നമുക്ക് അടുത്ത പ്രോസസ്സ് നന്നായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അതിനുശേഷം നമ്മൾ ടവൽ ഡ്രൈ കൊടുക്കണം. ടവൽ ഡ്രൈ കൊടുത്ത ശേഷം ബ്ലോ ഡ്രൈ കൊടുക്കണം. നന്നായിട്ട് ഫുള്ള് മുടി ഡ്രൈ ആയ ശേഷം മാത്രമേ അടുത്ത ക്രീം അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ. ഇനി നമുക്ക് അയൺ ചെയ്യാം. മുടി നന്നായിട്ട് അയൺ ചെയ്ത് എടുക്കണം. തിൻ ലെയറുകളെടുത്ത് നന്നായിട്ട് അയൺ ചെയ്യണം. അതിനുശേഷം നമുക്ക് രണ്ടാമത്തെ ക്രീം അപ്ലൈ ചെയ്യാം. ന്യൂട്രൈസർ അപ്ലൈ ചെയ്ത ശേഷം നമ്മൾ വെയിറ്റ് ചെയ്യാൻ വെക്കണം. അങ്ങനെ ഫുൾ മുടിയിൽ സെക്ഷൻ എടുത്ത് ന്യൂട്രൈസർ അപ്ലൈ ചെയ്തു. ഇനി നമുക്ക് ഒരു 15-20 മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇനി വാഷ് ചെയ്ത് നമ്മളെ മുടിയുടെ ക്രീം എല്ലാം കളഞ്ഞ് നന്നായിട്ട് വാഷ് ചെയ്തെടുക്കണം. വാഷ് ചെയ്തെടുത്ത ശേഷം നമുക്ക് മുടിയുടെ ലുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. അങ്ങനെ ടവൽ ഡ്രൈയും ബ്ലോ ഡ്രൈ ഒക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇതാണ് ആളിൻ്റെ ഫൈനൽ ലുക്ക്. മുമ്പത്തെ ഹെയറിനേക്കാളും നല്ല ഭംഗിക്ക് ഇപ്പോൾ മുടിയായിട്ടുണ്ട്. ആളും ഭയങ്കര ഹാപ്പി ആയിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ വീഡിയോയിലെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ കണ്ടതിൽ ഒരുപാട് സന്തോഷം. ഓക്കെ, ബൈ ബൈ.